ഹായ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെയിറ്റ് ലോസിന് എന്തൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനാട്ടോ. നമ്മൾ ആദ്യമേ പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് വേണം. നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, ഡയറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യില്ല. നമുക്കൊരു ഗോളുണ്ട്, അതിനകത്ത് എത്തണം വരെ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഡിറ്റർമിനേഷനിലൂടെ നിൽക്കണം. പ്ലസ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹെൽത്തി ലൈഫ് നമുക്ക് ഓപ്റ്റ് ചെയ്യണം. അല്ലാതെ ഈ ജങ്ക് പിടിച്ച് ഇങ്ങനെ പുറത്ത് പോയി കഴിച്ച് അതൊന്നും വേണ്ട. പുറത്തും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനൊക്കെ പറ്റും. അന്നേരം ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുക. പുറത്ത് പോകുമ്പോൾ ഞാൻ ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോയി കഴിക്കണേ കേട്ടോ, ഫ്രണ്ട്സായിട്ടൊക്കെ കഴിക്കും. പക്ഷേ ജങ്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കില്ല. എന്നുവെച്ചാൽ നമ്മളൊരു തീരുമാനം എടുത്തു, നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടിയില്ലേ, അന്നേരം നമ്മൾ അങ്ങനെ തന്നെ പോയാൽ മതി കേട്ടോ. വെള്ളം നന്നായിട്ട് കുടിക്കണം, മറക്കല്ലേ. രാവിലെ എണീറ്റിട്ട് വെള്ളം കുടിക്കണേ. പിന്നെ എല്ലാ മീലിൻ്റെ അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കണം. എല്ലാ മീലും അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വെള്ളം കുടിക്കണേ, ഇരുന്നോട്ട് കുടിക്കണേ, മറക്കരുത് കേട്ടോ. പിന്നെ ഫുഡ് നന്നായിട്ട് അരച്ച് ഇങ്ങനെ ചവച്ചരച്ച് വേണം തിന്നാനായിട്ട്. ഇരുന്നുകൊണ്ട് വേണം. സ്പീഡിന് ധൃതിയാന്ന് പറഞ്ഞാൽ നമ്മൾ എണീറ്റ് ഓടി, നോ, ദാറ്റ് ഈസ് റോങ് കേട്ടോ. നല്ല ഡൈജഷൻ കിട്ടണേ അങ്ങനെ വേണം. കാർബ് കഴിക്കാതെ ഒന്നും ഇരിക്കണ്ട, പോർഷൻ കൺട്രോളായിട്ട് കാർബ് കഴിച്ചിരിക്കണം, മറക്കണ്ട. ഓക്കെ, എല്ലാത്തിനും കണക്ക് വേണം. ഒരു വീക്ക് നിങ്ങൾ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക. ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, എല്ലാ മിനറൽസ് വേണം, എവറിത്തിങ് ഷുഡ് ബി ദർ. ഓക്കെ, മറക്കല്ലേ. അതില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. കുറേ ചോറങ്ങ് വാരി കൂട്ടി കഴിച്ച് പിന്നെ വെജിറ്റബിൾ കുറച്ച് അല്ലെങ്കിൽ ബാക്കി മീനോ ഇറച്ചിയോ ഇതൊക്കെ കുറച്ച്, നോ. നമ്മൾ കാർബ് കുറയ്ക്കുക, പ്രോട്ടീനും ഫൈബറും നന്നായിട്ട് ആവശ്യത്തിന് കഴിക്കണം. പക്ഷേ കാർബ് ലെസ്സും ആയിരിക്കണം കേട്ടോ, മറക്കല്ലേ. അങ്ങനെ ചെയ്യണം. പിന്നെ സ്ലീപ്പോ ശരിയായിട്ട് വേണം. 6 to 8 hours നമുക്ക് ഉറക്കം എന്തായാലും വേണം, മറക്കരുത്. അന്നേരം പിന്നെ വെള്ളം കുടിക്കണം. ഷുഗർ എന്ന് പറയുന്ന സാധനം എന്ത് അപകടകാരിയാണെന്നറിയാമോ? ഫ്രൂട്ടിൽ നിന്നുള്ള ഷുഗർ നമുക്ക് എടുക്കാം കേട്ടോ, അല്ലാത്ത ഷുഗറൊന്നും നമ്മൾ എടുക്കരുത്. ഓക്കെ, നമ്മുടെ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ വ്യത്യാസം കാണും, സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. ഓക്കെ, വെള്ളം കുടിക്കുമ്പോൾ നല്ല സ്കിന്നിന് വ്യത്യാസം ഉണ്ടാവും. ഹെയർ ഫോൾ, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഹെയർ കറക്റ്റായിട്ട് ഇരിക്കും. പിന്നെ സ്കിന്ന് കറക്റ്റായിരിക്കും, ഡൈജഷൻ പ്രോപ്പറായിരിക്കും. ഇതെല്ലാം കൂടുമ്പോഴാണ് നടക്കണേ. പിന്നെ വർക്കൗട്ട് മറക്കല്ലേ. അരമണിക്കൂർ മിനിമം, മാക്സിമം 1 hour വർക്കൗട്ട് വേണം. ഓക്കെ, അന്നേരം ഓരോ വീക്കും ഡിഫറെൻറ്റ് നിങ്ങൾ ഡയറ്റ് പ്ലാൻ വേണം ചെയ്യാനായിട്ട്. ഇത് തന്നെത്താനെ ചെയ്യാനോ ഇപ്പോൾ എല്ലാ മിക്ക യൂട്യൂബേഴ്സിനും ഉണ്ടല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അന്നേരം ഡയറ്റും വർക്കൗട്ടും ഇങ്ങനെ നോക്കി ചെയ്യാൻ ഇഷ്ടമില്ല, പറ്റില്ല, ആർക്കെങ്ങനെ സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ക്ലാസ്സും വർക്കൗട്ടും തരും. എല്ലാ വീക്കും ഡിഫറെൻറ്റ് ഡയറ്റ് പ്ലാനും ആയിരിക്കും കേട്ടോ. ഫ്രം ദ കിച്ചൺ, നമ്മുടെ ഇന്ത്യൻ കിച്ചണിൽ ഉള്ള ഫുഡ് തന്നെയായിരിക്കും. നോർമലായിട്ട് പോർഷൻ കൺട്രോൾ ചെയ്തായിരിക്കും നമ്മൾ തന്നെ, അല്ലാതെ എക്സ്ട്രാ എക്സ്പെൻസ് അതിനകത്ത് ഫുഡിനൊന്നും എക്സ്ട്രാ എക്സ്പെൻസ് വരില്ല കേട്ടോ. അന്നേരം ഇങ്ങനെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക്